വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബാങ്കിങ്ങിൻ്റെ 9ാമത് ക്ലാസ്സാണ്. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 4 അനുസരിച്ചുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിലെ സെക്ഷൻ 4 അനുസരിച്ചുള്ള പ്രോമിസറി നോട്ട് എന്താണെന്ന് കണ്ടു. ഇന്ന് നമ്മൾ പുതിയൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് പഠിക്കുക. സെക്ഷൻ 5 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ട് പോലെ മറ്റൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആദ്യമായിട്ട് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881, Bill of Exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇതാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിലെ സെക്ഷൻ 5 അനുസരിച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി ഈ ഡെഫിനിഷനകത്ത് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് ഒരു ബില്ലിൻ്റെ സവിശേഷതകളെന്ന് അത് നോക്കിയാൽ മനസ്സിലാകുന്നു. നമുക്കൊന്ന് അത് ഓരോന്നായിട്ട് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ ഇത് ഒരു എഴുതപ്പെട്ട രേഖയാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇത് ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്. മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ ഇത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വെച്ചുകൊണ്ട് ഉള്ളതല്ല. അതുകൊണ്ടാണ് കണ്ടീഷൻ ഇതിനകത്തില്ല, അൺകണ്ടീഷണൽ ഓർഡറാണ്, നിരുപാധികമായിട്ടുള്ള ഒരു ആജ്ഞയാണ്. ദി ഓർഡർ മസ്റ്റ് ബി ടു പേ മണി ആൻഡ് മണി ഉള്ളി. അപ്പോൾ ഇതിനകത്ത് പറയുന്നു ഇതെന്താണ്, പണത്തെ സംബന്ധിച്ചാണ്. പണം കൊടുത്തുകൊള്ളാം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിശ്ചിത തുക തന്നുകൊള്ളാം. പിന്നെ ദി സം പേയബിൾ മസ്റ്റ് ബി സ്പെസിഫിക്. അത് വളരെ സ്പെസിഫിക്കായിട്ട് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. ഇത്ര രൂപ എന്നുള്ള വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. The money must be payable to a definite person or to his order or to the bearer. അത് ആർക്ക് കൊടുത്തുകൊള്ളാമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ പറയുന്നയാൾക്കോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നയാൾക്കോ ബെയറർക്കോ കൊടുത്തുകൊള്ളാം. അപ്പം അതിനകത്ത് ഒരു കൃത്യമായിട്ടൊരാളുടെ പേര് ഉണ്ടായിരിക്കും. ആൾക്ക് കൊടുത്തോളാമെന്നാണ്. അല്ലെങ്കിൽ അതിനകത്ത് അത് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവരുന്ന ആൾക്കായിരിക്കണം കൊടുക്കുക. ദി എമൗണ്ട് മസ്റ്റ് ബി പെയ്ഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഓർ ഓൺ ഡിമാൻഡ്. അപ്പോൾ ഇത് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സമയമുണ്ട്, സമയ ക്ലിപ്തതയുണ്ട്. അതതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കും. അത് എഴുതിയ ഡേറ്റ് മുതൽ ഇത്ര മാസത്തിനകം തന്നുകൊള്ളാം എന്നാണ് പറയുക. അതാണ് സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ ഓർ ഡ്രോയർ. അപ്പോൾ ഇത് എഴുതുന്നയാളെ എ പേഴ്സൺ ഹൂ ഡ്രോസ് ദ ബിൽ ഈസ് നോൺ ആസ് ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ. ബില്ല് എഴുതുന്നയാളെ ഡ്രോയർ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ മേക്കർ എന്നും പറയും. അത് തയ്യാറാക്കുന്നയാൾ. അദ്ദേഹം അതിൽ ഒപ്പിട്ടിരിക്കും, അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടാകും. ദ നെയിം ഓഫ് ദ ഡ്രോയി മസ്റ്റ് ബി ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ഇത് ആർക്കാണോ കൊടുക്കേണ്ടത് അതാണ് ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബില്ല് എഴുതി പണം തരാനുള്ള ആ വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രോമിസറി നോട്ട് പോലെയല്ല. പ്രോമിസറി നോട്ടിനകത്ത്
നമ്മൾ കണ്ടു മേക്കറാണ്, അതായത് പണം കൊടുക്കേണ്ട ആൾ തന്നെയാണ് ആ പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, പണം കിട്ടേണ്ട വ്യക്തിയാണ് ബില്ല് തയ്യാറാക്കുന്നത്. എന്നിട്ട് പണം തരേണ്ട വ്യക്തിക്ക് കൊടുക്കുകയാണ്. ആ ആളാണ് ഡ്രോയി. എ പേഴ്സൺ ടു ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ, ഡ്രോയി. ആ ഡ്രോയിക്ക് കൊടുക്കുന്നു. ആ ഡ്രോയി അത് സമ്മതിച്ച് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഡ്രോയി അക്സെപ്റ്ററാകും. അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥകൾ എന്നാണ് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഡ്രോയി അക്സെപ്റ്ററായി മാറും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ നെയിം ഓഫ് ദ ഡ്രോയി മസ്റ്റ് ബി ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻറ്റിനകത്ത്, ഈ രേഖയിൽ വ്യക്തമായിട്ട് ആ ഡ്രോയി ആരാണെന്ന് പറഞ്ഞിരിക്കണം. ഡ്രോയിക്കാണ് ഇത് കൊടുക്കുക, ഡ്രോയി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇറ്റ് മസ്റ്റ് ബി ഡേറ്റഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്. ഇതിനകത്ത് ഡേറ്റ് ഉണ്ടായിരിക്കണം, മതിയായ സ്റ്റാമ്പും ഉണ്ടായിരിക്കണം, സ്റ്റാമ്പ് ആക്ട് അനുസരിച്ചുള്ള സ്റ്റാമ്പും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ ഇതിനകത്തെ പാർട്ടീസിനെ പരിചയപ്പെട്ടു. പക്ഷേ നമ്മൾ പരിചയപ്പെടാത്ത ഒരാളും കൂടെ ഉണ്ട്. കാരണം ഈ ബില്ലിനകത്ത് 3 പേരാണ് പാർട്ടീസ് ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഡ്രോയർ, ഡ്രോയി, പേയി, 3 പേരുണ്ട്. പ്രോമിസറി നോട്ട് 2 പേരേ ഉള്ളൂ, മേക്കർ ആൻഡ് പേയി. ഇതല്ല, ഡ്രോയർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഡ്രോസ് ഓർ റൈറ്റ്സ് ദ ബിൽ എഴുതുന്നയാൾ ഈസ് കോൾഡ് ദ ഡ്രോയർ ഓർ മേക്കർ. ദ ഡ്രോയർ മസ്റ്റ് ബി ദ സെല്ലർ ഓർ ക്രെഡിറ്റർ ടു ഹൂം മണി ഈസ് ഓയിങ്. അപ്പോൾ പണം കിട്ടാനുള്ള ആളാണ്, അത് ക്രെഡിറ്റർ എന്നാണ് നമ്മൾ പറയുക. പണം കിട്ടേണ്ട ആൾ, കടം കൊടുത്തിരിക്കുന്നയാൾ, അല്ലെങ്കിൽ സാധനം കടമായിട്ട് വിറ്റിരിക്കുന്നയാൾ. അതുകൊണ്ട് സാധാരണയായിട്ട് സെല്ലറാകാം. അതുകൊണ്ടാണ് സെല്ലർ എന്ന് പറഞ്ഞത്. ഇനിയും ഡ്രോയി എന്ന് പറഞ്ഞാലോ, ദ ഡ്രോയി ഈസ് ദ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ. ആരുടെ പേർക്കാണോ ബില്ല് എഴുതുന്നത് ആളാണ് ഡ്രോയി. ഹീ ഈസ് ദ പർച്ചേസർ or debtor who is ordered by the drawer to pay the amount. അപ്പോൾ ഇത് സാധനം കടമായി വാങ്ങിയ ആളാകാം, അതാണ് പർച്ചേസർ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കടം വാങ്ങിയ ആൾ, ഡെറ്റർ. അപ്പോൾ ഇതിൽ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്ററാണ് ആയിരിക്കും, അല്ലെങ്കിൽ സെല്ലറായിരിക്കും. ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റർ ആയിരിക്കും, ആൾ പർച്ചേസറുമായിരിക്കും, കടം വാങ്ങിയ ആളുമായിരിക്കും. ഇനി മൂന്നാമതൊരാളുണ്ട്, പേയി. പേയി ഈസ് ദ പേഴ്സൺ ടു ഹൂം പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഈസ് മെയ്ഡ് ഓൺ മെച്യൂരിറ്റി ഡേറ്റ്. ഇതിൻ്റെ കാലാവധി ഡേറ്റിൽ, തീയതിയിൽ ആർക്കാണോ പണം കൊടുക്കാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമത് കക്ഷിയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. ആ തേർഡ് പാർട്ടിയാണ് പേയി എന്ന് പറയുക. സാധാരണഗതിയിൽ പേയും ഡ്രോയറും ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ ഡ്രോയർ ആൻഡ് ദ പേയ് ക്യാൻ ബി ദ സെയിം പേഴ്സൺ വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദ ഡ്രോയർ. ഡ്രോയർക്ക് തന്നെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതെങ്കിൽ ഡ്രോയർ തന്നെയാണ് പേയ്, പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ദ ഡ്രോയർ ഡയറക്ട്സ് ദ ഡ്രോയി ടു പേ ദ എമൗണ്ട് ടു അനദർ പാർട്ടി. ദാറ്റ് പാർട്ടി ബിക്കംസ് ദ പേയ്. അതല്ല, മറ്റൊരാളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എയും ബിയും സിയും 3 പേര്. എ ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ ഓഫ് ദ ബിൽ. ബി എന്ന് പറയുന്നത് ഡ്രോയി. ബിയുടെ പേർക്ക് ബില്ല് എഴുതി, ബി അത് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് എയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ബില്ലിൽ 2 പാർട്ടികളാണെങ്കിൽ, ഡ്രോയറും ഡ്രോയിയും ഉള്ളെങ്കിൽ നമ്മൾ ബില്ലിൻ്റെ കാര്യം. ബില്ല് എഴുതുന്നു, പണം കിട്ടേണ്ടയാളാണ് എ, അല്ലെങ്കിൽ സെല്ലറാണ്, കടമായിട്ട് ബിക്ക് സാധനങ്ങൾ കൊടുത്തയാളാണ്. അപ്പോൾ ബിയുടെ പേരിൽ എ ബില്ല് എഴുതി ഒപ്പിട്ട് ബിക്ക് കൊടുക്കുന്നു. ബി അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ഇത്ര ദിവസത്തിനകം, ഇന്ന് മുതൽ ഇത്ര ദിവസത്തിനകം, അല്ലെ ഇത്ര മാസത്തിനകം ഇതിൽ പറഞ്ഞിരിക്കുന്ന തുക നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പറയുന്നയാൾക്കോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നയാൾക്കോ കൊടുത്തുകൊള്ളാം എന്നാണ് പറയുക. എന്നും പറഞ്ഞ് അതിനകത്ത് അതിൻ്റെ ബില്ലിൻ്റെ ഫേസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അക്സെപ്റ്റഡ് എന്നെഴുതി പേരെഴുതി ഒപ്പിട്ട് തിരിച്ച് മേക്കർ അല്ലെങ്കിൽ ഡ്രോയറെ ഏൽപ്പിക്കുന്നു.
അപ്പോൾ ട്രോയി ആക്സെപ്റ്റർ ആകുന്നു. അതുവരെ ട്രോയി തന്നെയാണ്, അക്സെപ്റ്റർ ആകുന്നില്ല. ബില്ലിനെ സംബന്ധിച്ച് അതുവരെ ബില്ലിനെ ഡ്രാഫ്റ്റ് ബില്ലെന്നാണ് വിളിക്കുക. ഡ്രാഫ്റ്റ് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ് ബിൽ. അക്സെപ്റ്റ് ചെയ്യുന്ന മുമ്പ് വരെ അത് ഡ്രാഫ്റ്റ് ബില്ലാണ്, അതിന് വാലിഡിറ്റി ഇല്ല. ആ ബില്ലിന് വാലിഡിറ്റി ഉണ്ടാകണമെങ്കിൽ അത് ട്രോയി അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് കൊടുക്കുന്നു, അപ്പോൾ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി, അതിന് വാലിഡിറ്റി ഉണ്ട്. അങ്ങനെ കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറയുകയാണ്, ആ ഡ്രോയർ നിർദ്ദേശിക്കുകയാണ്, സി എന്ന് പറയുന്ന തേർഡ് പാർട്ടിക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ പണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂ ഡേറ്റിൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിൽ അതെന്താണ് നമുക്ക് നോക്കാം. മെച്യൂരിറ്റി ഡേറ്റ്, ആ ഡേറ്റിൽ പണം കൊടുക്കേണ്ടത്, ഈ ഡ്രോയി അല്ലെങ്കിൽ അക്സെപ്റ്റർ പണം കൊടുക്കേണ്ടത് ആർക്കാണ്? സിക്കാണ്. അപ്പം അങ്ങനെ ആ സി എന്ന് പറയുന്ന ആ കക്ഷി ഇല്ലെങ്കിൽ എയും ബിയും മാത്രമേ ഇതിനകത്ത് ഇടപാടുകൾ നടത്തുന്നുള്ളൂ. രണ്ട് പാർട്ടികളെ ഉള്ളൂ. അതാണ് പറഞ്ഞത്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് മെച്യൂരിറ്റി ഡേറ്റ്? മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽ ബിക്കംസ് പേയബിൾ. ബില്ലിൻ്റെ പണം എന്നാണോ കൊടുക്കേണ്ടത് ആ ഡേറ്റിനെയാണ്. അതായത് ബില്ല് എഴുതുമ്പോൾ ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് മുതൽ ഇത്ര നാൾക്കകം, ഇപ്പോൾ 2 മാസത്തെ 2 months ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 1/8/2020 എഴുതിയൊരു ബില്ലാണ്, 2 months ബില്ലാണെന്ന് വിചാരിക്കുക. 1/8/2020. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ 2 മാസമാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 1 ബില്ല് എഴുതിയത്. ഇപ്പോൾ ഓഗസ്റ്റ് 1 മാസം, സെപ്റ്റംബർ 2ാമത്തെ മാസം. അപ്പോൾ ആ 2 മാസം കഴിഞ്ഞ് അടുത്ത ഡേറ്റിലാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഡേറ്റിനോടുകൂടി ഒരു 3 ദിവസവും കൂടെ നമ്മൾ എക്സ്ട്രാ ഡേയ്സും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അതിന് പറയുന്നതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയും. ബട്ട് ഡ്യൂ ഡേറ്റ് calculated by adding 3 extra days. These 3 extra days are called days of grace. അല്ല, മലയാളത്തിൽ സൗജന്യ ദിനങ്ങൾ, ദേയ ദിനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഡേയ്സ് ഓഫ് ഗ്രേസ്. അത് 3 ദിവസം കൊണ്ട് കൂട്ടും. ഏത് ദിവസം? ഇപ്പം 10-ാം തീയതി എഴുതിയൊരു ബില്ല്, 2 മാസത്തെ ബില്ല് എന്ന് പറയുമ്പോൾ ഏപ്രിൽ 10. ഏപ്രിൽ 10 2 മാസം എന്ന് പറയുമ്പോൾ മെയ് 10, ജൂൺ 10. അപ്പോൾ ഡ്യൂ ഡേറ്റ് ജൂൺ 10 വന്നു. ആ 10ൻ്റെ കൂടെ 3 ദിവസവും കൂടെ കൂട്ടി 13. അപ്പോൾ 13 ഏപ്രിൽ എന്ന് പറയുന്നതാണ് അവിടെ ഡ്യൂ ഡേറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര കാലത്തേക്കാണോ ബില്ല് എഴുതുന്നത് അങ്ങനെ എഴുതി കൂട്ടി കിട്ടുന്ന ആ ഡേറ്റിനോടൊപ്പം ഒരു 3 ദിവസം കൂടെ കൂട്ടുക. അങ്ങനെ കൂട്ടി കിട്ടുന്ന ആ 3 ദിവസം കൂട്ടി കിട്ടുന്ന ഡേറ്റിനെ നമ്മൾ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയും. അന്നാണ് ഈ ആക്സെപ്റ്റർ ഡ്രോയറുടെ നിന്നും ബില്ല് കിട്ടുമ്പോൾ ആ ബില്ല് വാങ്ങിക്കൊണ്ട് ബില്ലിൻ്റെ പണം കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡ്യൂ ഡേറ്റിൽ ഒരു വ്യത്യാസം വരാം. മെച്യൂരിറ്റി ഡേറ്റിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഹോളിഡേ വന്നു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് ഹോളിഡേ ആണ് ഈ ഡ്യൂ ഡേറ്റ് വരുന്നതെന്ന് വിചാരിക്കുക. ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഫോൾസ് ഓൺ എ പബ്ലിക് ഹോളിഡേ, the bill will be payable on the preceding working day or previous working day. ഒരു പബ്ലിക് ഹോളിഡേയിലാണ് ഡ്യൂ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓഗസ്റ്റ് 15 പബ്ലിക് ഹോളിഡേയാണ്, ഇൻഡിപെൻഡൻസ് ഡേ, പബ്ലിക് ഹോളിഡേ. നമ്മൾ ഒരു 2 മാസത്തെ ബില്ല് ജൂലൈ 1 മാസത്തെ ബില്ലാന്ന് വിചാരിക്കുക. ജൂലൈ 12-ാം തീയതി എഴുതിയ ഒരു ബില്ല്, ജൂലൈ മാസം 12-ാം തീയതി, 1 മാസത്തേക്ക്. അപ്പോൾ ഓഗസ്റ്റ് 12 ആകുമ്പോൾ 1 മാസമായി. അതിനോടുകൂടി 3 ദിവസം കൂടെ ഡേയ്സ് ഓഫ് ഗ്രേസ് കൂട്ടി. അപ്പോൾ ഓഗസ്റ്റ് 15 വന്നു. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അന്ന് പബ്ലിക് ഹോളിഡേ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊട്ട് തലേ
പ്രീസീഡിങ് വർക്കിംഗ് ഡേ എന്നാണ്. തലേ ദിവസത്തെ വർക്കിംഗ് ഡേ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമായി പോകും. അപ്പോൾ തൊട്ട് മുമ്പുള്ള വർക്കിംഗ് ഡേ ആയിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റായി അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റായി കണക്കാക്കുക. ഇനി if it is a declared holiday, it is to be paid on the next or succeeding working day. ഇനി അതൊരു ഡിക്ലെയർഡ് ഹോളിഡേ ആണെന്ന് വിചാരിക്കുക. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഡ്യൂ ഡേറ്റ് ഒരു ഓഗസ്റ്റ് 10 എന്നിരിക്കട്ടെ. ഓഗസ്റ്റ് 10, 3 ദിവസം എക്സ്ട്രാ ഡേയ്സ് എല്ലാം കൂട്ടി ഓഗസ്റ്റ് 10-നാണ് ഡ്യൂ ഡേറ്റ്. അന്ന് പെട്ടെന്ന് ആ പ്രദേശത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഡിക്ലെയർഡ് ഹോളിഡേ എന്നാണ് പറയുക. പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് അവധി ദിനമായി കണക്കാക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് ഡ്യൂ ഡേറ്റ് കണക്കാക്കുക. സക്സീഡിങ് വർക്കിംഗ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പ്രീവിയസ് വർക്കിംഗ് ഡേയും, ഡിക്ലെയർഡ് ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയും വേണം ഡ്യൂ ഡേറ്റായി കണക്കാക്കാൻ. ഇനി ടേം ഓഫ് ദ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കാലാവധിയാണ്. ദ ടേം ഓഫ് ദ ബിൽ ഈസ് ദ പീരീഡ് ഫോർ വിച്ച് ദ ബിൽ ഈസ് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഉദാഹരണം പറഞ്ഞതിനകത്ത് 2 മാസത്തെ ബില്ല്, 1 മാസത്തെ ബില്ല് എന്നൊക്കെ പറഞ്ഞു. അതതിൻ്റെ ടേമാണ്. ഇറ്റ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ് ആൻഡ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അല്ലേ, ബില്ല് എഴുതിയ തീയതിയും അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റും തമ്മിലുള്ള ആ ദൂരം, 1 മാസം അല്ലെ 2 മാസം, ആ പീരീഡിനെയാണ് നമ്മൾ ടേം ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ ഉപയോഗിക്കാം ഇതിന് പകരമായിട്ട്. ടെണർ, TNOR, ടെണർ. യൂസൻസ്, USANC, യൂസൻസ്. ഇതെല്ലാം പീരീഡ് ഓഫ് ബില്ലിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ടെണർ ഓഫ് ദ ബിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ആ പീരീഡാണ്. ടെണർ ഓഫ് ദ ബിൽ 2 months എന്ന് പറഞ്ഞാൽ ടേം ഓഫ് ദ ബിൽ എന്നാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ യൂസൻസ് ഓഫ് ദ ബിൽ എന്നായിരിക്കും പറയും. അപ്പോൾ ടെണർ ഓഫ് ദ, ഇപ്പോൾ ഈ ബില്ലുകളെ നമുക്ക് പലതരം ബില്ലുകളുണ്ട്. അപ്പോൾ എൻ്റെ ടേം അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി പലതരത്തിൽ വരാം. ഇപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ടൈം ബിൽ ആൻഡ് ഡിമാൻഡ് ബിൽസ്. അങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ടൈം ബില്ലുകളും ഡിമാൻഡ് ബില്ലുകളും. ടൈം ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പേരിൽ തന്നെ ഉണ്ട്, if a bill is payable on the expiry of a particular period of time, it can be called a time bill. ആ പ്രത്യേക കാലാവധി കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനകത്ത് പറഞ്ഞ നമ്മൾ 2 months, അത് കഴിഞ്ഞ് വരുന്ന മെച്യൂരിറ്റി ഡേറ്റ്, അതാണ് അവിടെ ടൈം ബിൽ എന്ന് പറയുന്നത്. പേയബിൾ, അത് if it is payable on demand, it becomes a demand bill. അത് ആവശ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ തുക കൊടുക്കേണ്ടത്, അവിടെ കാലാവധിയല്ല, ഡിമാൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഡിമാൻഡ് ബില്ലെന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടേം ബിൽ എന്നുള്ളതിന്. പിന്നെ സൈറ്റ് ബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേ ബി പേയബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ബില്ലിന് തന്നെയാണ് സൈറ്റ് ബിൽ എന്നും കൂടെ പറയുക. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിറൈവ്ഡ് ഫോർ കണ്ടീഷണൽ ഓർ സ്പെഷ്യൽ പർപ്പസ്. ഇതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ബില്ലാണെങ്കിൽ അതിനെ ഒരു പേര് സൂചിപ്പിക്കും, എസ്ക്രോ. ESCROW, എസ്ക്രോ എന്ന്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിറൈവ്ഡ് ഫോർ കണ്ടീഷണൽ ഓർ സ്പെഷ്യൽ പർപ്പസ്. പിന്നെ ഇൻലൻഡ് ബില്ലും ഫോറിൻ ബില്ലും ഉണ്ട്. നമ്മൾ ഇൻലൻഡ് ട്രേഡ്, ഫോറിൻ ട്രേഡ് എന്ന് കേട്ടില്ലേ, അതുപോലെ തന്നെ ഇൻലൻഡ് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇൻ ഇന്ത്യ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആണ് അതിൻ്റെ സർക്കുലേഷൻ. അങ്ങനെയുള്ള ബില്ലുകൾ, ഇന്ത്യയിലുള്ള ഒരാൾ ഇന്ത്യയിലുള്ള മറ്റൊരാളുടെ പേരിൽ ഡ്രോ ചെയ്യുന്ന ബില്ലുകൾ. ഫോറിൻ ബില്ലെന്ന് പറഞ്ഞാൽ ബില്ല് ഈസ് നോട്ട് ഇൻലൻഡ് ബില്ല്. ഇൻലൻഡ് ബില്ല് അല്ലാത്ത ഫോറിൻ ബില്ലാണ്. അതായത് ഫോറിൻ ബില്ല് ആർ ജനറലി ഡ്രോൺ ഇൻ സെറ്റ്സ്, 3 sets, വിച്ച് ഈസ് കോൾഡ് വയ. ഫോറിൻ ബില്ലുകളെ 3 സെറ്റ് തയ്യാറാക്കും, 3 പകർപ്പ് തയ്യാറാക്കും. അതിനെ വയ എന്നാണ് പറയുക, VIA, വയ.
അതായത് ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഒരു സെറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റൊന്ന് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് 3 സെറ്റ് തയ്യാറാക്കുന്നത്. കാര്യം ഫോറിൻ കൺട്രീസ് ഒരു രാജ്യത്തുനിന്ന് മറ്റു രാജ്യത്തുള്ള മറ്റൊരാളുടെ പേരിലാണ് റോയും 2 രാജ്യത്തുള്ളവരാണെങ്കിൽ ആണ് ഫോറിൻ ബില്ല് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ അതിനുവേണ്ടി അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ട്രാൻസാക്ഷനിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഉപയോഗിക്കുക. അതിനുവേണ്ടിയാണ് ഈ വയ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കുന്നത്, ഫോറിൻ ബില്ല്. ഫോറിൻ ബില്ല് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു ടൈപ്പ് ബില്ലുണ്ട്, അക്കോമഡേഷൻ ബില്ലെന്ന് പറയും. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, കൈറ്റ് ബില്ല്. KIT, കൈറ്റ് ബില്ല്, അക്കോമഡേഷൻ ബില്ല്. അതായത് ദീസ് ബിൽസ് ആർ ഡ്രോൺ ഫോർ മ്യൂച്വൽ ആൻഡ് ടെമ്പററി ഹെൽപ്പ് ടു ദ പാർട്ടീസ് സിംപ്ലി. അതായത് 2 പാർട്ടികൾ പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ബില്ലുകൾ, 2 കൂട്ടർ ബില്ലുകൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും അത് മ്യൂച്വലായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ പണം കൈമാറി ഡ്യൂ ഡേറ്റിൽ ആ പണം കൊടുക്കുന്ന ഒരു രീതിയാണ് അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുക. പിന്നെ ബില്ലുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇത് പലതരത്തിൽ ബില്ലുകൾ ഉപയോഗിക്കാം. അതെങ്ങനെയെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.